ഇന്ന് നമുക്കൊരു അടിപൊളി ബർഫി ഉണ്ടാക്കിയാലോ? അതിന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ബർഫി ഉണ്ടാക്കാം. സേമിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉണ്ടാക്കാതിരിക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ സേമിയ അതിന് എന്തായാലും വേണം കേട്ടോ. ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ വേണം. നമ്മളിത് കുനാഫയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന സേമിയാണ്. അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കവറിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ ഇവിടെ ഏകദേശം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ടേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു പാക്കറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ബട്ടർ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗീ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ സേമിയ, ഈ ഒരു പാക്കറ്റ് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അതിൽ ആ ഒരു ബട്ടറിൽ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ വേണ്ടത് ഈ ഒരു ടിന്നിലുള്ള മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണിത്. പിന്നെ നമ്മൾ ഒന്നും കൂടി എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നട്ട്സൊക്കെ ഒന്ന് ക്രഷാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമേ ഇല്ല. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. എനിക്ക് ഇച്ചിരി ഇഷ്ടം കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചെറുതായി ഒന്ന് ചൂടാറണം. അതിന് ശേഷം നമുക്കിതൊരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ ഷേപ്പാക്കാൻ കയ്യിൽ എന്ത് ബൗൾസാണ് ഉള്ളത് അതിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഈ ഒരു നമ്മളിപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്ന ഒരു ഡബ്ബ ഉണ്ടല്ലോ, ഇതുപോലത്തെ ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ടു പോന്നോളും. അതിന് വലിയ പണിയൊന്നുമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ വിട്ടു പോന്നോളും. നല്ല ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും വിധത്തിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഓരോരുടെ ഐഡിയയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്യട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.